വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു. മണിപ്പൂരിൽ സംഘർഷം തുടരുകയാണ്. ഇംഫാലിൽ സുരക്ഷാ സേനയും നാട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടൽ. റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് സേന വെടിവെച്ചു. BJP നേതാക്കളുടെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായി. സുരക്ഷാ സേനയുടെ വേഷം ധരിച്ച അക്രമികൾ വെടിവെപ്പ് നടത്തിയേക്കാമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര ഇന്റലിജൻസും രംഗത്തെത്തി. വിവരങ്ങളുമായി അനുഷ ഭരതൻ ചേരുന്നു. അനുഷ, മന്ത്രിമാരുടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്ഥിതിഗതികൾ എങ്ങനെ? നോക്കുകയാണെങ്കിൽ മണിപ്പൂർ വളരെയധികം അശാന്തമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദിനംപ്രതി സംഘർഷത്തിൽ യാതൊരു തരത്തിലുള്ള അയവും ഇതുവരെയും വന്നിട്ടില്ല. ഏറ്റവും ഒടുവിലായി മണിപ്പൂരിൽ ദ്രുതകർമ്മസേനയും അക്രമി സംഘവും തമ്മിൽ ഏറ്റുമുട്ടി. ഈ ദ്രുതകർമ്മസേന ഈ അക്രമി സംഘത്തെ പിരിച്ചുവിടാനായി റബ്ബർ ബുള്ളറ്റിനുകൾ ഉപയോഗിച്ച് വെടിയുതിർത്തു എന്നാണ് ഏറ്റവും ഒടുവിലായി മണിപ്പൂരിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ. ഇതിൽ തന്നെ ഇംഫാൽ ഈസ്റ്റിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. വലിയൊരു ആൾക്കൂട്ടമായിരുന്നു ഈ സുരക്ഷാ സേനയ്ക്കു നേരെ എത്തിയത്. ഇവരെ പിരിച്ചുവിടാനായി, വലിയൊരു ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനായി ആയിരുന്നു വെടിയുതിർത്തത് എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷയായ ശാരദാ ദേവിയുടെ വീടിന് നേരെയും വലിയൊരു ആൾക്കൂട്ട ആക്രമണം ഉണ്ടായി. ഇവർ ഈ വീട് തീവയ്ക്കാൻ ശ്രമിച്ചു. ഇത്തരത്തിൽ ഈ വിവിധ തലത്തിലുള്ള നേതാക്കളുടെയും മന്ത്രിമാരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും വീടിനു നേരെയാണ് ആൾക്കൂട്ട ആക്രമണം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ബ്യൂറോ വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നൽകിയിട്ടുണ്ടായിരുന്നു. ആർമി വേഷം ധരിച്ച് നുഴഞ്ഞുകയറ്റക്കാർ ഇത്തരത്തിൽ അക്രമികൾ ഇത്തരത്തിൽ എത്തുന്നുണ്ട് എന്നും ഇവരെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നും അല്ലാത്ത പക്ഷം വലിയ രീതിയിലേക്ക് മണിപ്പൂരിലെ കലാപത്തിന്റെ സ്വഭാവം മാറുമെന്നുമുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ BJP ഓഫീസിനും ഇന്നലെ തീയിട്ടിട്ടുണ്ടായിരുന്നു. സമാനമായി മണിപ്പൂരിലെ ഒരു ലോക്കൽ MLA വീടിന് ചുറ്റും 200-300-ലധികം ആളുകൾ എത്തി തീ വെക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു ഈ സംഭവമെല്ലാം നടന്നത്. ഫിജി. അനുഷ, സമാധാന ശ്രമങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? എന്തെങ്കിലും സൂചന ലഭ്യമാകുന്നുണ്ടോ? നേരത്തെ കേന്ദ്രം ഇടപെട്ടിരുന്നു, അമിത്ഷാ ഇടപെട്ട് ചില ചർച്ചകളും അനുനയ ശ്രമങ്ങളും ഒക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങളുണ്ടോ? ഫിജി, അമിത്ഷാ മണിപ്പൂരിൽ 4 ദിവസത്തോളം ക്യാമ്പ് ചെയ്തതിനു ശേഷം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു ശ്രമം ഒന്നും തന്നെ നടന്നിട്ടില്ല. ഒരു റിലീഫ് പാക്കേജ് 101 കോടിയിലധികം രൂപയുടെ ദുരിതാശ്വാസ പാക്കേജ് അല്ലെങ്കിൽ ഒരു പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചതൊഴിച്ചാൽ മറ്റൊന്നും തന്നെ മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം വലിയ രീതിയിൽ ഒരു പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മണിപ്പൂരിനെ ഇനിയും അശാന്തമായി നിലനിർത്തിക്കൂടാ. അത്തരത്തിലൊരു യോഗം ചേരണം, സർവകക്ഷി സംഘത്തെ മണിപ്പൂരിലേക്ക് അയക്കണം, അതിനു വേണ്ട സഹായങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യണമെന്നെല്ലാം പ്രതിപക്ഷ നേതാക്കളെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു ഈ ഒരു നയത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിർദ്ദേശത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് മോദി സർക്കാർ എന്നാണ് വലിയ രീതിയിൽ ഉയരുന്ന വിമർശനം. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇത്രയധികം ആളുകൾ അക്രമത്തിന് ഇരയാവുകയും പലായനം ചെയ്യുകയും എല്ലാം ചെയ്തിട്ടും മണിപ്പൂരിനെ ശാന്തമാക്കാനുള്ള യാതൊരു നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടായിട്ടില്ല. ഫിജി. ശരി അനുഷ, അശാന്തമായി തുടരുകയാണ് മണിപ്പൂർ. കൂടുതൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അക്രമികൾ വീടുകൾക്ക് തീയിട്ടു എന്നുള്ള വാർത്ത ഏറ്റവും ഒടുവിലായി എത്തുകയാണ്.